ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ ലിക്വിഡ് ഉണ്ടാക്കണം എന്താട്ടോ കാണിക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ച ലിക്വിഡാട്ടോ. ലിക്വിഡ് ഉണ്ടാക്കണ കിറ്റാട്ടോ ഇത്. ഇതിൽ 3 ഐറ്റംസ് 250 രൂപയ്ക്ക് കിട്ടുന്നുണ്ടാകും. നമുക്ക് ശരിക്കും വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ ലിക്വിഡൊക്കെ. ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇത്രയും എളുപ്പമാണോ നമ്മൾ ഉണ്ടാക്കണേ, നമ്മൾ കടയിൽ നിന്ന് ഇത്രയും കാശ് കൊടുത്ത് വാങ്ങണ ലിക്വിഡ് എന്നൊക്കെ ചിന്തിക്കണേ കേട്ടോ. ഞങ്ങൾ സ്കൂളിലെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് പഠിപ്പിച്ചു തന്നതാട്ടോ. അപ്പോൾ അവരിൽ നിന്ന് ഞാൻ കിറ്റ് ഓർഡർ ചെയ്തിട്ട് വീട്ടിലുണ്ടാക്കി നോക്കിയതാട്ടോ. ആദ്യം 2 ലിറ്റർ വെള്ളം എടുത്തിട്ടോ. 2 ലിറ്റർ വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് സോഡിയം സൾഫേറ്റ് എന്നൊരു പൊടിയുണ്ട്. ആ പൊടി മിക്സ് ചെയ്യാം. ആ പൊടി ചേർത്ത് ഇളക്കണ്ട, ഇളക്കുക, നല്ലോണം മിക്സ് ചെയ്തെടുക്കണ്ട. ഞാൻ ഗ്ലൗസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അഴിക്കാനൊക്കെ ഭയങ്കര പാട്. ആദ്യമായിട്ട് ഗ്ലൗസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ആ പൊടി മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇളക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. ഈ മിക്സ് എന്ന് പറഞ്ഞാൽ ഒരു തരി പോലത്തെ ഒരു ഇതാട്ടോ. അപ്പോൾ അത് നല്ലോണം അലിയണം വെള്ളത്തിൽ. അങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നല്ലോണം അലിയിച്ച് ആ തരി പോകണം കേട്ടോ. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ഇതിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഡബ് ചെയ്യണേൽ. അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക. ആ തരി ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഒരു ബക്കറ്റിൻ്റെ മുകളിൽ ഒരു ചെറിയ ഇതുപോലെ ഇരിക്കും. അത് പോണ വരെ വെള്ളം തെളിയണ വരെ നല്ലോണം ഇളക്കണം കേട്ടോ. അത് മിക്സ് ആവണ വരെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു കുപ്പിയിലൊരു ഇത് ഒഴിക്കണം. നല്ലോണം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാണാൻ തരി പോയി നല്ലോണം മിക്സായി വെള്ളം പോലെ ആയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇത് സ്ലറി എന്ന് പറയാം, അത് ഒഴിച്ചു കൊടുക്കട്ടെ. അത് നല്ലൊരു കട്ടിയുള്ള ഇതാട്ടോ, ലിക്വിഡ് പോലത്തെ ഒരു ഇത്. അതും കൂടി അത് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 1/2 ലിറ്റർ വെള്ളത്തിൽ ഞാനൊരു കപ്പായിട്ട് അളവായിട്ട് എടുത്ത 1 കപ്പ് വെള്ളത്തിൽ 200 ഗ്രാം സോൾട്ട് മിക്സ് ചെയ്യുക. അത് ആ കപ്പിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ആ ബക്കറ്റിലേക്ക് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കേട്ടോ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ബക്കറ്റിലേക്ക് നല്ലോണം ഒഴിച്ചു കൊടുക്കുക മിക്സ് ചെയ്തിട്ട്. ആദ്യം കപ്പിൽ ഇട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് ബക്കറ്റിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണത്, ആദ്യമായിട്ട് വീഡിയോ എടുത്തതിൻ്റെ പ്രശ്നം കേട്ടോ ഇത്. വീഡിയോ കാണുമ്പോഴും അറിയാം, സാവധാനം പേടിച്ച് കൈ ഇളക്കണതും ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ, പരീക്ഷണമല്ലേ. പക്ഷെ പരീക്ഷണം ചെയ്തപ്പോൾ അടിപൊളി. പിന്നെ ഞാനൊരു പ്രാവശ്യം കൂടി ഉണ്ടാക്കി നോക്കിയിട്ടാണ്. സംഭവം സൂപ്പറാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ആ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പാണ്, ഇത് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല ഫൈനായിട്ട് ഇളക്കി നല്ലോണം ഇതായിട്ട് ഇപ്പം തന്നെ ലിക്വിഡിൻ്റെ ഒരു കട്ടി പോലെ ആയി തുടങ്ങിയിട്ടാണ്. ഇനി അടുത്തത് സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ഒരു ഇതുണ്ട്. അതും 1 കപ്പ് വെള്ളം എടുത്ത് അതിൽ മിക്സ് ചെയ്യുക. അത് ഈ കപ്പ് വെള്ളത്തിൽ നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ഫൈനായിട്ട് മിക്സ് ആയതിന് ശേഷം ബക്കറ്റിലെ വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കട്ടെ. നമ്മൾ ലിക്വിഡ് ഉണ്ടാക്കണതിലേക്ക് ഇതിൽ നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ഇത് ഉണ്ടാക്കി ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇതേപോലെ 1 കപ്പ് വെള്ളം എടുക്കുക. ആ വെള്ളത്തിലേക്ക് ലെമൺ കളർ ആഡ് ചെയ്യുക കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ ആഡ് ചെയ്യണ യെല്ലോ കളർ ഉണ്ടല്ലോ, അതാട്ടോ ആഡ് ചെയ്യുക. അങ്ങനെ യെല്ലോ കളർ ആഡ് ചെയ്തിട്ട് ഈ കപ്പിലെ വെള്ളത്തിൽ നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ബക്കറ്റിലെ വെള്ളത്തിലേക്ക് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ച് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേനും നല്ല കളറായിട്ടുണ്ട് കേട്ടോ. ശരിക്കും നല്ല ലിക്വിഡിൻ്റെ ഇവിടെ എത്തുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ആവും കേട്ടോ. കാരണം നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് സക്സസ്ഫുള്ളായി എന്നുള്ളൊരിത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ വീട്ടിലുണ്ടാക്കാവുന്ന ഇതുള്ളൂ എന്ന് ഇതൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഇത്ര എളുപ്പമായിരുന്നു നമ്മൾ കടയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾക്കെന്നൊക്കെ വിചാരിക്കുക കേട്ടോ. അങ്ങനെ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ നല്ലോണം ഈ ബക്കറ്റിലെ വെള്ളത്തിൽ ഒഴിച്ചിട്ട് അതിലും നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക.
ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇതാട്ടോ, മണത്തിന് വേണ്ടി എസെൻസ് വയ്ക്കില്ല കേട്ടോ. അതിന് ലിക്വിഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ലെമണിൻ്റെ ഇതല്ലേ, ലെമണിൻ്റെ എസെൻസ് ഇല്ലേ, അങ്ങനെ ലെമണിൻ്റെ എസെൻസ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. പിന്നെ ഞാൻ പിറ്റേ ദിവസം ഇട്ട് കൊടുത്തത്, പിറ്റേ ദിവസം ഇത് ഉണ്ടാക്കി ബക്കറ്റ് മൂടി വെച്ച് പിറ്റേ ദിവസം ആയപ്പോഴത്തേനും എല്ലാം തെളിഞ്ഞിട്ടാണ്. ശരിക്കും നല്ല ലിക്വിഡ് പോലെ ഇട്ടാൽ നല്ല മണവും, കടയിൽ നിന്ന് വാങ്ങണ ലിക്വിഡ് പോലെ തന്നെ ഇരുന്നിട്ടാണ് നല്ല മണവും നല്ല പതയും. അങ്ങനെ ഒരു ദിവസം മൊത്തം റെസ്റ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ പിന്നെ ഈ മുകളിലെ പത ഒക്കെ പോയി. അത് ഞാൻ വീഡിയോയിൽ കാണിക്കട്ടെ. ഞാൻ ഇപ്പോൾ ഇളക്കണ വീഡിയോയിൽ ഡബ് ചെയ്തുകൊണ്ടിരിക്കണേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വോയിസ് കൊടുത്തതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. ഞാനങ്ങനെ ഇത് വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ കാലമായി, പിന്നെ ഡബ് ചെയ്യുന്നത് ഇപ്പോഴല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇത് വീഡിയോ ഒക്കെ ഉണ്ടാവും. എല്ലാവരും വീഡിയോ ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിറ്റേ ദിവസം ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തെ അവസ്ഥ കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് ശരിക്കും ലിക്വിഡ് പോലെ ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.